ഇന്ന് നമ്മുടെ വിഷയം രേണുസുതിയാണ്. രേണുസുതി ഒരുപാട് നെഗറ്റീവ് കമന്റിലൂടെ ഇപ്പോൾ ബിഗ് ബോസിലോട്ട് പോയിരിക്കുകയാണ്. ബിഗ് ബോസിൽ പോയി കഴിഞ്ഞു. പിന്നെ ഇടയ്ക്ക് വെച്ച് രേണു വന്നിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രേണുവിന്റെ ചേച്ചിയും കൂടി. എന്തായിരുന്നാലും രേണു പറയണത് രേണു ബിഗ് ബോസില് പോയിട്ടില്ല, വിളിച്ചിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയണത്. ശരിയാണ്. രേണു പറയാൻ കാര്യം അതുല് ഒരു ഇന്റർവ്യൂ കൊടുത്തായിരുന്നു. പറയുന്ന കേട്ടു ഇതുപോലെ രേണു എയർപോർട്ടിൽ പോയെന്നും ബിഗ് ബോസിൽ പോവാനായിട്ട് അതുകൊണ്ടാണ് രേണു വന്നിരുന്ന് ഞാൻ ബിഗ് ബോസിൽ പോയിട്ടില്ല, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്, വൈകിട്ടായി എന്നൊക്കെ രേണു ഇരുന്നോണ്ട് പറയുന്നുണ്ട്. സംഭവം ഉള്ളതാണ്. രേണു പോയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഒരു ഇതാക്കിയതിന് ശേഷം അവര് വന്നതാണ് തിരിച്ച്. വീണ്ടും രേണു പോയി കാണും. രേണു എന്തായാലും ഉണ്ടെന്നുള്ളത്, സെലക്ഷൻ കിട്ടി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പോരെങ്കിൽ ഇത്രയും നെഗറ്റീവ് ആയിട്ട് കിടക്കുന്ന ഒരാളെ എന്തായാലും ബിഗ് ബോസിൽ കയറ്റും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോഴേ രേണുവിന്റെ ചേച്ചിയും വന്നിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചു വിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു. വ്ളോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോ ഈ വീട്ടിൽ ഇരിക്കുവാണ്, ഞാൻ എങ്ങനെയാണ് കയറിപ്പോയത്? സൂചിച്ചേട്ടൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ്. സോ ഞാൻ പോയിരിക്കും. വിളിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട്. ഈ വൈകുന്നേര സമയത്തും എന്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ. രേണു ബിഗ് ബോസിൽ പോയിട്ടില്ല, ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്, സുധിച്ചേട്ടന്റെ വലിയ ആഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറെ ആരോ ഇതുപോലെ പോസ്റ്റ് ചെയ്തായിരുന്നു രേണു ബിഗ് ബോസിലേക്ക് പോയതായിട്ട്. അങ്ങനെ പോസ്റ്റ് നമ്മൾ കണ്ടായിരുന്നു. ബിഗ് ബോസിലെ കാര്യം വെളിയിൽ പറയാൻ പാടില്ല, റൂൾസ് അതാണ്, പറയാൻ പാടില്ല. പക്ഷെ സംഭവം രേണു ബിഗ് ബോസിൽ പോയി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ രേണു ഇരുന്ന് ഒരേ കാര്യങ്ങൾ തള്ളുന്നുണ്ട്. രേണു പറഞ്ഞു ബിഗ് ബോസ് പോണത് നല്ലതല്ലേ, നല്ല കാര്യം, പോണെങ്കിൽ സെലക്ഷൻ കിട്ടിയത് നല്ല കാര്യം, നന്നായി വരട്ടെ എന്നേ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, കേൾക്കാം. നല്ല വിഷമമുണ്ട്. കാരണം ഓരോ പ്രാവശ്യം ഓരോന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ച് അങ്ങനെ പറയാം, നമുക്ക് മക്കള് കുടുംബം അവരുള്ളതുകൊണ്ട് മാത്രം അതിന്റെ പേര് മാത്രം ജീവിച്ചിരിക്കാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു നമുക്ക് പറയാൻ പറ്റില്ല, അതുപോലെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയൊരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ. കാരണം എല്ലായിടത്തു നിന്നും ഒരു പുറത്തിറങ്ങാൻ വയ്യാത്ത രീതിയിലായ ഒരു അവസ്ഥ. അപ്പം ചേച്ചിനെ വിളിക്കാം നമുക്കല്ലേ? രമ്യ ചേച്ചി ഇറങ്ങി വാ. രമ്യ ചേച്ചിയുടെ വീട്ടില് തൊട്ട് ചേർന്നാണ് ചേച്ചിയുടെ വീട്. വാടക വീടാണ്. ഒരു വാടക വീട്ടിലാണെങ്കിലും ഈ രേണുവിന്റെ വീട്ടിൽ തന്നെയാണ് നിക്കണതൊക്കെ. രമ്യ വാ. പിന്നില്ലേ, ചേച്ചിയുടെ വാടക വീടാ കേട്ടോ, സ്വന്തം വീടല്ല. വാ, ഇവിടെ ഇരിക്ക. അപ്പൊ എന്റെ വ്ളോഗുമായിട്ട് ഞാൻ വന്നതാ. കുറച്ച് വാടക വീട് എന്തൊരു ആക്ഷേപം. ചേച്ചിയുടെ വാടക വീടാണ് കേട്ടോ, സ്വന്തം വീടല്ല കേട്ടോ. കുറച്ചു ദിവസം നിക്കാൻ വന്നതാണ്. ഒരു കളിയാക്ക് പോലെ രേണു ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മളും ഒക്കെ വാടക വീട്ടിലാണ് കിടക്കണത്. എത്രയോ പേര് വാടക വീട് പോലും കിട്ടാതെ കടത്തിനെ കിടക്കണവരുണ്ട്. രേണുവിലെ കളിയാക്കി ഇങ്ങനൊക്കെയാണ് പറയണത്. ബാക്കി കേൾക്കാം. കുറച്ചു ദിവസം നിക്കാൻ വന്നതാ കേട്ടോ. വായിരിക്കും. അപ്പം ഒരുപാട് ആരോപണങ്ങളും വിവാദങ്ങളും നടക്കുന്നു ചുറ്റും. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് രമ്യ ചേച്ചിയുടെ അഭിപ്രായം, രമ്യാച്ചന്റെ അഭിപ്രായം? ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയാണ്, അറിയാലോ. എന്റെ ഫാമിലിയും എന്റെ മക്കളും മാത്രമേ ഉള്ളൂ എനിക്ക്. പിന്നെ കൊല്ലത്തെ വീട്ടിലെ ആൾക്കാരും സപ്പോർട്ടാണ് സൂചന്റെ. പിന്നെ ആകെ കുറച്ച് ഫ്രണ്ട്സ്, നമ്മുടെ കരീഷ്മയെ പോലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. പിന്നെ ലെസ് ചേച്ചി, സജന ചേച്ചി, അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ എനിക്ക് സപ്പോർട്ട്. പേര് പറഞ്ഞില്ലെങ്കിലും അവരൊക്കെ സപ്പോർട്ടാണ് കേട്ടോ. അപ്പൊ കുറച്ച് നല്ലവരായിട്ടുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ടാണ്, എന്നെ അറിയാത്തവരും അറിയാവുന്നവരും ഒക്കെ. അപ്പം ഫാമിലി മെമ്പേഴ്സും അല്ല. അപ്പം ഇതിനെ പറ്റി എന്താ പറയണത്? സപ്പോർട്ടിന്റെ അല്ല, ഈ വിവാദങ്ങളെ പറ്റി എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? വിവാദങ്ങളെ പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ, കാരണം നല്ല വിഷമമുണ്ട്. കാരണം ഓരോ പ്രാവശ്യം ഓരോന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ച് അങ്ങനെ പറയാം, നമുക്ക് മക്കള് കുടുംബം അവരുള്ളതുകൊണ്ട് മാത്രം അതിന്റെ പേര് മാത്രം ജീവിച്ചിരിക്കാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു നമുക്ക് പറയാൻ പറ്റില്ല, അതുപോലെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയൊരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ. കാരണം എല്ലായിടത്തു നിന്നും ഒരു പുറത്തിറങ്ങാൻ വയ്യാത്ത രീതിയിലായ ഒരു അവസ്ഥ. രേണുവിന്റെ ചേച്ചിയാണ് സംസാരിക്കുന്നത്. പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും അവർക്ക് വിഷമം ഉണ്ടായി, അത്രയ്ക്കും വിവാദങ്ങൾ ഉണ്ടായെന്ന് പറയുന്നു. ഈ രേണു തന്നെയാണ് എല്ലായിടത്തും പോയിരുന്നും കൊണ്ട് വീട് വെച്ചവരെ കുറിച്ചും വീട് വെച്ചു കൊടുത്ത
ആ നല്ല മനുഷ്യനായ അവരെ കുറിച്ചും പിന്നെ അത് അവരൊരു സംഘടനയായിരുന്നു. അപ്പൊ അവരെല്ലാരെയും വെറും മോശക്കാരനാക്കിക്കൊണ്ടാണ് ഈ രേണു അവിടെ ഓരോ ഇന്റർവ്യൂകൾ കൊടുത്തത്. ബ്ലോഗർമാരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് തന്നെ രേണു ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു. പിന്നെ അതുപോലെ ആ സ്ഥലം കൊടുത്ത ബിഷപ്പിനെ കുറിച്ചും അനാവശ്യങ്ങളായിട്ട് ഓരോന്ന് പറയുകയും, പിന്നെ താജ് എന്ന് പറയണ അവരൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ള മനുഷ്യന്മാരാണ്. താജിന്റെ ജോലി തന്നെ കള്ളരേഖകൾ ഉണ്ടാക്കിയാണ് താജ് ജോലിയിൽ കയറിയതെന്നും എന്നുവരെ രേണു പറഞ്ഞുണ്ടാക്കി. അപ്പൊ ഇതിനൊക്കെ ഈ ആളുകള് എടുത്തു വെച്ച് പ്രതികരിക്കും. പിന്നെ ആ വീട് വെച്ചുകൊടുത്ത് വീട് ഫുൾ അവര് തന്നെ ചുരണ്ടിയിട്ട് വീട് നശിപ്പിച്ചിട്ടെന്നും പറഞ്ഞും കൊണ്ട് ആ ഫിറോസിനെയും ബാക്കിയുള്ള ഫിറോസൊക്കെ 1-2 ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷം പിന്നെ മതിയായി എന്ന് പറഞ്ഞാൽ മടുക്കും. ഈ രേണു വന്നിരുന്നു കൊണ്ട് ഓരോന്ന് പറയണ കേൾക്കുമ്പോഴേ മടുക്കും. അപ്പൊ നമുക്ക് ബാക്കി കേൾക്കാം. പക്ഷെ അതുപോലെ വിവാദങ്ങളിലേക്ക്, കാരണം ഈ രേണുവിനെ സംബന്ധിച്ച് രേണു എന്ത് തെറ്റ് ചെയ്തെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല. ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് സുധിച്ചേട്ടന്റെ ആകസ്മികമായ ഒരു മരണമായിരുന്നു. അതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അതേ തുടർന്ന് ഇതുപോലെ അനുഭവിക്കേണ്ട ഒരു കുടുംബം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചരിത്രത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ വശത്തുനിന്നും അതുപോലെ നമ്മൾ ഓർത്തിരുന്ന ആൾക്കാര്, നമ്മൾ നല്ലവരെന്ന് ചിന്തിക്കുന്ന ആൾക്കാര് വരെ നമ്മുടെ കൂടെ നിന്നിട്ട് അവര് ഇപ്പം കുറെ വ്ളോഗേഴ്സിനെതിരെ നമ്മൾ കുറെ എല്ലാവർക്കും അറിയാം ഒരു വ്ളോഗറിനെതിരെ നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഓർത്തേക്കുന്നത് ഈ നമ്മൾ ഒരാളെ അയ്യോ ഇയാള് നല്ല ആളാണ്, അയാൾ വന്ന് തിരക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടുകാരറിയാതെ അവരെ വീട്ടിൽ ആരൊക്കെ വന്ന് അവരെ കുറിച്ചൊക്കെ ഓരോ കാര്യങ്ങൾ തിരക്കിയെന്നാണ് രേണു പറയുന്നത്. പറഞ്ഞപ്പോ അവരെ വായിന്ന് തന്നെ ഓരോന്നും അറിയാതെ വീണു പോകും. രേണു തന്നെയാണ് പറഞ്ഞത്, രേണുവിന്റെ കൊച്ചിനെ നോക്കാൻ വയ്യ, ആരാ നോക്കിക്കോ ഇതാ കിടക്കണമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ലേലം വെല്ലുവിളിച്ചത് രേണു തന്നെയാണ്. എന്നിട്ടിപ്പൊ ഇരുന്നു കൊണ്ട് അത് ഓരോരോ കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് രേണു വന്നിരുന്ന് പറഞ്ഞത്. അപ്പൊ ജനങ്ങളല്ലേ ഈ കേട്ടോണ്ടിരിക്കണത് ഈ ഓരോ വാക്കുകൾ പറയുമ്പോ. പറഞ്ഞു പോകും ഇന്ന പോലെ കേസ് നടക്കും, കേസിൽ ഇതെല്ലാം അവരറിയുന്നുണ്ടായിരുന്നു. ഏതാ ഈ വ്ളോഗർമാർ അറിയുന്നുണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് നമ്മളോട് പറയോ ഇതെന്ത് പറ്റി, വീടിന് എന്ത് പറ്റി, ഇതെന്താ. പക്ഷെ ഞങ്ങൾക്ക് അതേക്കുറിച്ചൊന്നും വലിയ ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു. വീട്ടിൽ വന്നിരുന്നാണ്ട നിങ്ങളുടെ വീടിന്റെ സൈഡ് അങ്ങനെ പോയി ഇങ്ങനെ പോയി നിങ്ങൾ പറയണം, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിളിച്ച് പറയും എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഓരോ ദിവസവും നമ്മളെ കൊണ്ട് അത് പറയിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ആളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത്. കാരണം ഒരു 10-12 ഇന്റർവ്യൂയിലൂടെ മനസ്സിലായി ആരാണ് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന വ്യക്തി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. വീട് വെച്ചു കൊടുത്ത ഫിറോസിനെ ഓരോന്ന് പറഞ്ഞു കേട്ടപ്പോഴാണ് താജ് അതിനുശേഷമാണ് രംഗത്ത് വരക്കം തുടങ്ങി. ഈ രേണു ഒരുപാട് ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇവരൊക്കെ രംഗത്ത് വരക്കം തുടങ്ങിയത്. അപ്പം ആ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ഉള്ളവർ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുക, മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, മക്കളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. 2 മക്കൾക്കും ചാനലുണ്ട്. അപ്പോൾ 2 മക്കളുടെയും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ നെഗറ്റീവ്, അതായത് ഇങ്ങനെ ഈ കൂടെ നിന്ന് ചിരിച്ചിട്ട് മാറി നിന്ന് പറയുന്ന ഇവരോട് എനിക്കൊന്നും പറയാനില്ല. അവരുടെ പ്രവൃത്തി വീണ്ടും തുടരുക. ലാസ്റ്റ് എന്തായാലും ദൈവം തമ്പുരാൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പിന്നെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചു വിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു. വ്ളോഗേഴ്സിന്റെ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി അവിടെ നിന്ന് പിരിച്ചു വിട്ടു എന്നൊക്കെയാണ് കണ്ടത്. അത് പോയത് അതില് ഇങ്ങനെ പറഞ്ഞായിരുന്നു, രേണു ബിഗ് ബോസിൽ പോയിട്ടുണ്ട്, എയർപോർട്ടിൽ നിൽക്കുന്നതായിട്ട് എയർപോർട്ടിൽ എത്തിയതായിട്ടൊക്കെ അതില് പറഞ്ഞായിരുന്നു ഇന്റർവ്യൂവില്. അപ്പൊ രേണു പോയിട്ടുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ ഇത് ശരിയാക്കാനായിട്ട് ചിലപ്പോ പോയായിരിക്കാം. പോയതിന് ശേഷം വന്നിട്ടുണ്ട്. കുറെ കണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാനിപ്പോ ഈ വീട്ടിൽ ഇരിക്കുവാണ്, ഞാൻ എങ്ങനെയാണ് കയറിപ്പോയത്? അഥവാ എന്നെ ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല. വിളിച്ചാൽ എന്തായാലും ഞാൻ കയറിപ്പോവും തന്നെ ഞാൻ പറയുന്നു, അല്ലെ? അവിടെ നിന്ന് ഗെയിം കളിക്കുന്നു, വിളിച്ചാൽ എന്തായാലും സന്തോഷത്തോടു കൂടി പോകും. കാരണം സുചേട്ടന്റെ വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ്. സുധിച്ചേട്ടന്റെ വലിയ ആഗ്രഹമാണ് ബിഗ് ബോസ്. അതുകൊണ്ട് വിളിച്ചാൽ എന്തായാലും കയറിപ്പോവും എന്നാണ് രേണു പറയണത്. ഞാൻ പോയിരിക്കും. വിളിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട്. ഈ വൈകുന്നേര സമയത്തും എന്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ. വേറെ അതിനേക്കാളും ഏറ്റവും വലിയൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ആരും ഇതുവരെ 3 കുഞ്ഞുങ്ങളെ ഒരുപോലെ കാണുന്നു, 3 പേരെ അവരെ ഉപദ്രവിക്കുന്നു. കാരണം കുഞ്ഞ് അവനെ എന്നാന്നറിയാം പുല്ലിനകത്ത് ചെന്ന് എന്തോ ചെല്ലി ഇവിടെ അങ്ങാണ്ട് ബാക്കില് അത് രേണു ചട്ടുകം വെച്ച് പൊള്ളിച്ചതാണെന്ന് ഒന്നും അറിയത്തില്ലാത്തവരാ, നമ്മളെ കുറിച്ച് ഒന്നും അറിയത്തില്ലാത്ത ആൾക്കാരാണ് ഇതുപോലെ പറയുന്നത്. അത്
അതുപോലെ ഒരു ഇത് കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെ ആരും ഉപദ്രവിച്ചിട്ടില്ല, അങ്ങനെ ചെയ്യാറില്ല. ചട്ടുകം വെച്ചിട്ട് കഴുത്തിന്റെ ഭാഗത്ത് പൊള്ളിച്ചു. എന്തോ ഒരു ഇത് വന്നിട്ട് മുറിവ് എന്തോ വന്ന് പഴുത്ത് യൂട്യൂബർ അങ്ങണ്ട വന്ന് ഇന്റർവ്യൂ പോലെ അങ്ങനെ ഒക്കെ കൊടുത്ത സമയത്ത് ഇങ്ങനെ മക്കളെ കഴുത്ത് നോക്കട്ടെ എവിടെ എന്തരാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കണായിട്ട് അപ്പോഴും കാണിക്കുന്നുണ്ട്. കുട്ടിയൊന്നും ശ്രദ്ധിക്കൊക്കെ ഇല്ല. രേണുവിന്റെ മോനെ പോലും രേണു ശ്രദ്ധിക്കൊക്കെ ഇല്ല. സുധി മരിച്ച സമയത്തൊക്കെ രേണു ഭയങ്കര ഇതായിരുന്നു ആ കുട്ടിയുടെ അടുത്ത്, ഇളയ മോന്റെ അടുത്ത്. മൂത്തതിനെ സ്നേഹിക്കണോ, മൂത്തതിനെ നോക്കണോ നമ്മൾ പറയില്ല. അവൻ ഇപ്പൊ വലുതായി അവന്റെ അച്ഛന്റെ ആൾക്കാരുടെ അടുത്താണ് നിൽക്കുന്നത്. പക്ഷെ രേണു ആ ഇളയ കുട്ടിയെ പോലും നോക്കാറില്ല. ആ വീട്ടില് നിൽക്കുമ്പോ തന്നെ കുട്ടി അവിടെയൊക്കെ വന്നിരുന്നാലും അങ്ങനെയുള്ള ഒരു കാണുന്നത് പോലും ഇല്ല. അതുകൊണ്ടാണ് ആളുകൾ പറയണത്. പോരെങ്കിൽ ആരോ ഇന്റർവ്യൂ അങ്ങോട്ട് കൊടുത്തപ്പോ പറഞ്ഞത് ആ അടക്കണ് നിങ്ങൾ കൊണ്ടുപോയിന്നോ. ഇന്റർവ്യൂ അല്ല, അവരെ വീഡിയോയിൽ തന്നെയാണ് പറഞ്ഞത്. എനിക്ക് ജോലിക്ക് പോണ്ടേ, അപ്പൊ പിന്നെ ഇല്ലാതെ നമ്മളെ വയറങ്ങനെ കഴിഞ്ഞു പോണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആരെങ്കിലും നോക്കി ഇന്നരി ഈ പറയുന്നവരാരെങ്കിലും വന്ന് കുട്ടിയെ ഏറ്റെടുത്തോളി, ഇന്നരി ഇല്ല വേണ്ടാന്ന് ഇങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ആളുകൾ അങ്ങനെ പറഞ്ഞിട്ട് പ്രതികരിച്ചിട്ടുള്ളത്. സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ ജോലി ഇവൾ അഭിനയിക്കണ്ട. ഇതും എന്റെ ഒരു ചെറിയൊരു ജോലി പോലെ ഒരു സംരംഭമാണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സാധനമാണ് ഈ ഒരു ചാനലും. അപ്പൊ നിങ്ങൾ ഈ പറയുന്നവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നേ, നിങ്ങൾ വ്യൂ ചെയ്യേ. അപ്പത്തേനും എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ അഭിനയിക്കാൻ തന്നെ എനിക്ക് വരുമാനം വരുമല്ലോ. പിന്നെ അഭിനയവും കൊണ്ടുമാണ് ഇതില് ചാനലും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ അതിൽ നിന്നും കൂടെ വരുമാനം വേണം. അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒന്ന് പിടിക്കണം, ഒന്നുകിൽ ചാനൽ മാത്രം വെച്ചോണ്ടിരിക്കണം. അഭിനയിക്കണ്ടെന്ന് ആരും പറയൂല. അതിൻ്റെതായ നല്ല രീതിക്ക് അഭിനയിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. ഇന്ന് അഭിനയത്തിന്റെ ഇടയിൽ കൂടെ വന്നിരുന്നു കൊണ്ട് വായ്ത്താളം പറയണതാണ് ജനങ്ങളെ മണ്ടയിൽ കയറുന്നതാണ് പറ്റാത്ത. സഹായിച്ചവരെയും പൈസ കടം കൊടുത്തവരെയും എല്ലാരെയും അങ്ങ് ഇല്ല വേറും അങ്ങ് അറ്റത്തെ പരിപാടി കാണിക്കും കണക്കാണ് രേണു പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോണ്ട് അഭിനയം നിർത്തുന്നല്ല, നെഗറ്റീവ് പറഞ്ഞോണ്ട് അഭിനയം നിർത്തുന്നല്ല. അഭിനയം എന്ന് വരെ വിളിക്കുന്നോ അതുവരെ ഞാൻ അഭിനയിക്കും. പിന്നെ അഭിനയം ഒരു പാഷനായിട്ട് ഞാനിപ്പം കാണുന്നു. ആദ്യമൊക്കെ ജോലിയായിരുന്നു, ഇപ്പൊ അതെന്റെ ഒരു പാഷനാണ്. പിന്നെ കുറച്ച് പ്രോജക്റ്റുകൾ 2-3 സിനിമ വന്നിട്ടുണ്ട്, അതൊക്കെ ചെയ്യണം. ഉടനെ തന്നെ അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആകും. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും ഇനിയും പ്രതീക്ഷിക്കുന്നു. എന്നെ ഒരുപാട് പേര് സപ്പോർട്ടുണ്ടെന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി മെസ്സേജുകൾ വരാറുണ്ട്. നേരിട്ട് കാണുമ്പോൾ എല്ലാ ജനങ്ങളും രേണുസുതി ഇങ്ങനെ തന്നെ പോകണം. അപ്പൊ പിന്നെ എല്ലാരും പറയും ഡെയിലി വീഡിയോ ഇട്. എനിക്ക് നല്ലൊരു ഫോണില്ല ഒന്നാമത്. എന്റെ ഫോൺ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ പറയണ ഡെയിലി വീഡിയോ ഇട് എന്ന്. സത്യം പറഞ്ഞ എന്റെ ഒരു നല്ല ഫോണില്ല. ഫോണിന് ദണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടേ. ഇനി ആളുകൾ ഫോൺ വാങ്ങിച്ചു കൊടുക്കേ. ഇപ്പൊ ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോ തന്നെ 10-20,000 രൂപ കിട്ടും. അതുപോലെ ഷോർട്ട് ഫിലിമിലൂടെ കിട്ടും, റീൽസിലൂടെ കിട്ടും. പിന്നെ നാടകം വരുന്ന ഫസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സിനിമ എത്ര സിനിമ ആയെന്ന് പറയുന്നു. ഇത്രയും പണം കിട്ടണതാ. ഇത്രയും കിട്ടിയിട്ട് ഇപ്പൊ പറയണേട്ടാ ശരിക്കും എന്റെ കയ്യിൽ ഒരു ഫോണില്ല. ഇനി എന്റെ ഫോണും കൂടെ വാങ്ങിച്ചു കൊടുക്കാൻ തെണ്ടല് തുടങ്ങി. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട പോലത്തെ സാധനമാണ്. ഇവിടെ ചെക്കി അവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത്. ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഫോണാണ്. മോശമല്ല, കേടായിട്ടുള്ള ഫോണാണ്. എനിക്കത് സെക്കൻഡ് ഫോൺ ഞാൻ എടുത്താണ്. ചേട്ടന്റെ ആ സമയത്ത് മരിച്ച സമയത്ത് എനിക്കൊരു കസിൻ ബ്രോ എനിക്ക് എടുത്തു തന്ന ഒരു ഫോണാണ്. അപ്പൊ അതിനകത്ത് എന്തായാലും ക്യാമറ ക്ലാരിറ്റി ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടാത്തതും. പിന്നെ എനിക്ക് നല്ല തിരക്കാണ്, ആൽബത്തിന്റെ തിരക്കാണ്. അല്ല ഇപ്പൊ ഈ പറയുന്ന വീഡിയോയ്ക്ക് എന്തരാണ് ക്ലാരിറ്റി കുറവ്? ക്ലാരിറ്റി ഒട്ടും കുറവില്ല, നല്ല ക്ലാരിറ്റി ഉണ്ട് ആ വീഡിയോ. ഇന്ന് ഏതോ കസിൻ ബ്രദർ ആരൊക്കെ എടുത്തു കൊടുത്ത ഫോണാണെന്ന് പറയുന്നു. ഉറക്കമൊന്നുമില്ല, ഓട്ടം തന്നെയാണ്. ആൽബത്തിനും അതുപോലെ ഷോർട്ട് മൂവീസും എല്ലാം കൊണ്ട് നല്ല തിരക്ക് പിടിച്ച ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത്. പിന്നെ എന്റെ കസിൻ ബ്രോ ആണ് ഇതൊക്കെ എടുത്തിരുന്നത്. ആൾക്ക് കല്യാണവർക്കൊക്കെ ഉള്ളപ്പോ അവൻ അങ്ങനെ പോകും. നമ്മളെ ലേഡി സൂപ്പർ സ്റ്റാർ അല്ലേ, ഉറക്കവും ഇല്ല ഊണും ഇല്ല ഉറക്കവും ഇല്ല ഒന്നുമില്ല, ഓട്ടത്തോടെന്നാണ് നമ്മളെ രേണു പറയണത്. രേണു നീ ഓട്ടം ഓടിയാലും എന്തൊക്കെ ആയാലും ബാക്കിയുള്ള ജനങ്ങളെ കുറിച്ച് എന്തിനാണ് അതും ഇതും പറയണത്? പാവപ്പെട്ട നല്ല മനുഷ്യരായ കുറച്ചു പേരുണ്ടായിരുന്നു രേണുവിനെ സഹായിക്കുക. അവരെ മൊത്തം ഇഴിക്കുക, അങ്ങേ അറ്റത്തെ വായി തോന്നണ മൊത്തവും പറഞ്ഞ് ആ പാവങ്ങളെ കരിപ്പിച്ച്. ഇപ്പൊ നെഗറ്റീവ് കമന്റ് ആയിരുന്നാലും ഇനിയിപ്പോ ഒരുപാട് ഇഷ്ടപ്പെടുന്നവര് കാണും. നല്ല രീതിക്ക് പോയി ബിഗ് ബോസിലൊക്കെ 100 ദിവസം നിന്ന് നല്ലതുപോലെ വരട്ടെ, നമുക്ക് അതിൽ സന്തോഷമേ ഉള്ളു. അതുപോലെ നമ്മളെ ശാരിക ഉണ്ടെന്നാണ് അറിവ്. ശാരിക അവതാരിക രേണു ശാരിക തമ്മിൽ എന്തായാലും ചേരും, അടിപൊളിയായിരിക്കും.